മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സിനിമയായി മാറിയിരിക്കുകയാണ് എമ്പുരാൻ. എമ്പുരാൻ്റെ രണ്ടാം ദിവസവും അതിഗംഭീരമെന്ന് തന്നെ പറയാം. 2, 3, 4, 5 ദിനങ്ങളിൽ ടിക്കറ്റുകൾ കിട്ടാനില്ലാത്ത അവസ്ഥ തന്നെയാണ്. ഈ ഒരു സിനിമയുടെ തിരക്ക് നമുക്ക് കണ്ടു നോക്കാം. എത്രത്തോളമാണ് ഈ സിനിമയ്ക്ക് ഉള്ള തിരക്ക്? ഏറ്റവും വലിയ കപ്പാസിറ്റി ഉള്ള തിയേറ്ററാണ് കവിതയിൽ 1000-ന് മുകളിലുള്ള ആളുകൾ കാണാനുള്ളപ്പോൾ ഓരോ ഷോയ്ക്കും ഇടിച്ചു കയറുന്നത് 1000-ന് മുകളിലുള്ള ആളുകൾ, 2000-ഓളം ആളുകൾ, 1000-ഓളം ആളുകൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ 1000-ഓളം ആളുകൾ അങ്ങോട്ട് കയറുന്നു. അത്രത്തോളം ബുക്കിങ്ങിലൂടെ, അല്ലാതെ ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിൽക്കുന്ന ആളുകളല്ല. അതെ, എങ്ങനെയാണ്, എവിടെയാണ് ആദ്യ ദിനം നിർത്തിയത് അവിടെ നിന്ന് തുടങ്ങുന്നു രണ്ടാം ദിവസവും. അത്ര ഗംഭീരമായിട്ടുള്ള തിരക്ക് തന്നെയാണ് ഈ സിനിമയ്ക്ക് അനുഭവപ്പെടുന്നത്. സമീപകാലത്തൊന്നും ഇങ്ങനെ ഒരു സിനിമ അല്ലെങ്കിൽ ഇങ്ങനെ തിരക്ക് നമ്മൾ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. ഇതാണ് മലയാള സിനിമയുടെ മുഖമുദ്ര മാറ്റുന്ന, മുഖച്ഛായ മാറ്റുന്ന, മുഖമുദ്രയാകാൻ പോകുന്ന ചിത്രമെന്ന് പറഞ്ഞാൽ ഒരു സംശയമില്ല. ആദ്യം ദിനം തന്നെ 100 കോടിക്കടുത്ത് കളക്ഷൻ എത്തിയ ഈ ഒരു സിനിമ, അതായത് 65 കോടിയോളം നേടിയ സിനിമ, വേൾഡ് വൈഡായിട്ട് റീസെയിലൂടെ 90 കോടിക്കടുത്ത് നേടിയ സിനിമ ഇതാ 100 കോടിയിലേക്ക് എത്താൻ പോകുന്നു. 3-ാം ദിവസം കൊണ്ട് സിനിമ 100 കോടിയിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. കേരളത്തിലെ ഈ ഒരു തിരക്ക് കാണുമ്പോൾ നമുക്ക് പറയാം, ഇത്രത്തോളം മാർക്കറ്റുള്ള വേറെ ഒരു നടനുമില്ല. എറണാകുളത്ത് ഇന്നും തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ ബ്ലോക്ക് ആകുന്ന കാര്യം, പോലീസിനെ വിന്യസിച്ച ഇന്നലെ ദിവസം അതേപോലെ തന്നെ ഇന്നും നമുക്ക് ബ്ലോക്ക് ആകുന്നു. സിനിമ വിട്ട് കഴിയുമ്പോൾ തിരക്കിൻ്റെ അത്ര തിരക്ക് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതെ, ഇത് മാജിക് ഓഫ് മോഹൻലാൽ, ലാലേട്ടൻ പവർ എന്താണ് എന്ന് നമ്മൾ കാണുകയാണ്. അതുതന്നെയാണ് എമ്പുരാൻ്റെ ഈ ഒരു വിശേഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അത്ര മികച്ച രീതിയിലുള്ള തിരക്കാണ്. ഇങ്ങനെ തിരക്ക് കാണണമെങ്കിൽ ഒരേ ഒരു നടനേ ഉള്ളൂ, ലാലേട്ടൻ. സപ്പോർട്ട് ചെയ്ത് തരണം. ലാൽ സലാം.